Question number 12. Let x be the solution of the given differential equation. Then x of 1 by 2 is. അപ്പോൾ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരിക്കുന്നു. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് എക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് 1 by 2 ആണ് വേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. അങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കാം. വൈ സ്ക്വയർ ഡി എക്സ്. ഒരു കാര്യം ചെയ്യാം, ആ രണ്ടാമത്തെ ടേമിനെ നമുക്ക് മറു സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇസ് ഈക്വൽ ടു എക്സ് മറു സൈഡിൽ പോകുമ്പോൾ മൈനസ് എക്സ് ആകുന്നു. മൈനസ് 1 by y മറു സൈഡിൽ പോകുമ്പോഴോ പ്ലസ് 1 by y ആകും ഇൻറ്റു ഡി വൈ. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഡി എക്സ് ബൈ ഡി വൈ ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ കൊണ്ട് അടുത്ത സൈഡിൽ ഡിവൈഡ് ചെയ്താൽ മൈനസ് എക്സ് ബൈ വൈ സ്ക്വയർ അല്ലേ പ്ലസ് 1 by y ക്യൂബ് എന്ന് കിട്ടും. പ്ലസ് 1 by y ക്യൂബ്. ക്ലിയർ ആണല്ലോ അല്ലേ? അതായത് ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് എക്സ് ബൈ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 by y ക്യൂബ് എന്ന് വരും. നമുക്കതിനെ വേണമെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ആക്കി ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് 1 by y സ്ക്വയർ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 1 by y ക്യൂബ് എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, പക്ഷേ ടൈപ്പ് 2 ആണ് അല്ലേ? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ടൈപ്പ് 2. അപ്പോൾ ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ പി ആയിട്ട് നമുക്ക് എന്തെടുക്കാം? 1 by y സ്ക്വയർ എടുക്കാം. അതുപോലെ ക്യൂ ആയിട്ട് എന്തെടുക്കാം? 1 by y ക്യൂബ് എടുക്കാം. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി വൈ. അതായത് ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി എന്ന് പറയുന്നത് 1 by y സ്ക്വയർ ആണല്ലോ ഇൻറ്റു ഡി വൈ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എന്താ 1 by y സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് 1 by y. അപ്പോൾ ഇ റൈസ് ടു മൈനസ് 1 by y ആണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആയിട്ട് വരുന്നത്. അങ്ങനെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിയാൽ ഉടനെ തന്നെ നമുക്ക് സൊല്യൂഷൻ എഴുതാമല്ലോ. Therefore solution is എങ്ങനെയാ സൊല്യൂഷൻ എഴുതുന്നത്? എക്സ് ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ, അങ്ങനെയല്ലേ സൊല്യൂഷൻ? എക്സ് ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി വൈ. ഇതാണല്ലോ സൊല്യൂഷൻ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ടൈപ്പ് 2. അതായത് എക്സ് ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റൈസ് ടു മൈനസ് വൈ എന്നല്ലേ കിട്ടിയിരിക്കുന്നത് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു എന്താ ക്യൂ എന്ന് പറയുന്നത്? ക്യൂ 1 by y ക്യൂബ് ആയിരുന്നു അല്ലേ? യെസ്. അപ്പോൾ 1 by y ക്യൂബ് ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റൈസ് ടു മൈനസ് 1 by y ഡി വൈ. ഇങ്ങനെയല്ലേ വരുന്നത് അല്ലേ? ഇംപ്ലൈസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 1 by y ഇസ് ഈക്വൽ ടു അടുത്തതിനെ ഞാൻ ഇൻ്റഗ്രൽ 1 by y ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 1 by y ഇൻറ്റു 1 by y സ്ക്വയർ ഇൻറ്റു ഡി വൈ എന്നെഴുതി എന്ന് വിചാരിച്ചു. 1 by y ക്യൂബിനെ 1 by y ഇൻറ്റു 1 by y സ്ക്വയർ എന്ന് എഴുതി. ഇങ്ങനെ എഴുതിയിട്ട് ഞാനൊരു കാര്യം ചെയ്യുന്നു, ആ 1 by yക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ പുട്ട് 1 by y ഇസ് ഈക്വൽ ടു ടി. 1 by yക്ക് ഞാൻ ടി എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താലോ മൈനസ് 1 by y സ്ക്വയർ ഇൻറ്റു ഡി വൈ ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടത്തില്ലേ അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ എന്തായിട്ട് മാറും? ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 by yക്ക് ടി എന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ ഇത് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു അതുപോലെ 1 by y സ്ക്വയർ ഇൻറ്റു ഡി വൈ. എന്താ 1 by y സ്ക്വയർ ഇൻറ്റു ഡി വൈ? മൈനസ് ഡി ടി അല്ലേ കിട്ടുക അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ഡി ടി. ഇവിടെ നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാം. മൈനസ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇൻറ്റു ഡി ടി. ഇങ്ങനെയല്ലേ വരുന്നത് അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ടി ഇ റൈസ് ടു മൈനസ് ടി പ്ലസ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു മൈനസ് ടി ഡി ടി അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് ടി ഇ റൈസ് ടു മൈനസ് ടി പ്ലസ് ഇ റൈസ് ടു മൈനസ് ടി ഇൻ്റഗ്രൽ ഇ റൈസ് ടു മൈനസ് ടി ഡിവൈഡഡ് ബൈ -1 പ്ലസ് സി എന്ന് കിട്ടും. അതായത്
എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 1/y ഇസ് ഈക്വൽ ടു മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ടി ഇ റൈസ് ടു ടി പ്ലസ് ഇ റൈസ് ടു മൈനസ് ടി അല്ലെ, ഇ റൈസ് ടു മൈനസ് ടി ആണ്, പ്ലസ് സി എന്ന് കിട്ടത്തില്ലേ. അപ്പൊ ഇവിടെ നിന്ന് അടുത്ത പേജിലേക്ക് പോകാം. യെസ്, അപ്പൊ നമുക്ക് സൊല്യൂഷൻ എന്താ കിട്ടിയിരിക്കുന്നത്? എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 1/y അല്ലെ ഇസ് ഈക്വൽ ടു ടി പ്ലസ് 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 1/y അല്ലെ, സോറി മൈനസ് ടി, മൈനസ് 1/y അല്ല മൈനസ് ടി പ്ലസ് സി എന്നാണല്ലോ. അതായത് ടി പ്ലസ് 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി എന്ന് പറയുന്നത് 1/y അല്ലേ, പ്ലസ് സി എന്ന് കിട്ടും അല്ലെ. അപ്പൊ എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 1/y ഇസ് ഈക്വൽ ടു ടി പ്ലസ് 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 1/y. അപ്പൊ അവിടെയും ആ ടിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെയും ടി മാറ്റിയിട്ട് 1/y എന്ന് കൊടുക്കാം അല്ലെ. അപ്പൊ 1/y പ്ലസ് 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 1/y പ്ലസ് സി എന്നായി. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമ്മുടെ അടുത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട് എക്സ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 1. അപ്പൊ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടീഷൻ തന്നിരിക്കുന്നു, എക്സ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 1. എക്സ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എക്സിന് 1 വൈക്ക് 1 എന്നാണല്ലോ. y 1 ആകുമ്പോൾ എക്സും 1 ആകുന്നു എന്നല്ലേ അതിന്റെ മീനിങ്. അപ്പൊ എക്സിന് 1 വൈക്ക് 1 എന്ന് കൊടുക്കാം. എക്സിനും വൈക്കും 1 എന്ന് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 1 ഇസ് ഈക്വൽ ടു 1 പ്ലസ് 1 അല്ലെ, ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 1 പ്ലസ് സി എന്ന് കിട്ടത്തില്ലേ മക്കളെ അല്ലെ. അതായത് ഇ റൈസ് ടു മൈനസ് 1 ഇസ് ഈക്വൽ ടു 2 ഇ റൈസ് ടു മൈനസ് 1 പ്ലസ് സി എന്നല്ലേ. അവിടെ നിന്ന് സി നമുക്ക് മൈനസ് ഇ റൈസ് ടു മൈനസ് 1 എന്ന് കിട്ടുമല്ലോ, കണ്ടോ? യെസ്. ഇനി നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് വേണ്ടത് എക്സ് ഓഫ് 1/2 ആണ്. അതായത് വൈക്ക് 1/2 കൊടുക്കുമ്പോഴുള്ള എക്സ് ആണ് വേണ്ടത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, വൈക്ക് 1/2 കൊടുക്കാം. y ഇസ് ഈക്വൽ ടു 1/2 ഇംപ്ലൈസ് നമ്മുടെ സൊല്യൂഷൻ അവിടെയുണ്ട്. ഇതാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തേക്ക് വൈക്ക് നമുക്ക് 1/2 കൊടുക്കാം. വൈക്ക് 1/2 കൊടുത്താൽ എന്താ കിട്ടുക? എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 1/1/2 മൈനസ് 2 എന്നാകും, ഇസ് ഈക്വൽ ടു 1/y 1/2 അല്ലേ, പ്ലസ് 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 1/y 1/2 വരില്ലേ അല്ലെ. y നമ്മൾ എന്തായിട്ട് എടുത്തിരിക്കുന്നത്? 1/2. സോ 1/2 ഈസ് 2. ഓക്കെ. പ്ലസ് സി എന്താ? മൈനസ് ഇ റൈസ് ടു മൈനസ് 1 ആണ്. അപ്പൊ മൈനസ് ഇ റൈസ് ടു മൈനസ് 1 എന്ന് സിയുടെ സ്ഥാനത്ത് എഴുതി കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 2 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 2 മൈനസ് ഇ റൈസ് ടു മൈനസ് 1 എന്നല്ലേ. മക്കളെ നമുക്കൊരു കാര്യം ചെയ്യാം, ത്രൂ ഔട്ട് ഒരു ഇ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇ സ്ക്വയർ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇസ് ഈക്വൽ ടു 3 മൈനസ് ഇ റൈസ് ടു മൈനസ് 1 ഇൻറ്റു ഇ സ്ക്വയർ ഇ എന്നല്ലേ കിട്ടുക. സോ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 മൈനസ് ഇ എന്നാണ്. 3 മൈനസ് ഇ എന്ന് വന്നിരിക്കുന്നത് ഓപ്ഷൻ 3 ആണ്. സോ ഓപ്ഷൻ 3 ഈസ് ദി കറക്റ്റ് ആൻസർ.